വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ടോപ്പോളജി എന്ന ചാപ്റ്ററിലെ ഒരു തിയറമാണ്. നമുക്ക് നോക്കാം. സെക്ഷൻ 2.14 ആണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ലെറ്റ് ക്യാപിറ്റൽ എ ബി ദ സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് ഹൂസ് എലമെൻറ്റ്സ് ആർ ദ ഡിജിറ്റ്സ് 0 and 1. This set capital A is uncountable. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. ഡിജിറ്റ്സ് ആയിട്ടുള്ള 0യും 1ഉം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കാവുന്ന എല്ലാ സീക്വൻസുകളുടെയും കളക്ഷനായിട്ടുള്ള ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് അൺകൗണ്ടബിൾ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ക്യാപിറ്റൽ ആയിട്ട് എലമെൻസുകളെല്ലാം സീക്വൻസുകളാണ്. സീക്വൻസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എലമെൻറ്റുകൾ 0യും 1ഉം മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് ചിലപ്പോൾ 0 0 0 0 എക്സെട്ര സീക്വൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ 1 1 1 1 ഒരു എക്സെട്ര സീക്വൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷഫിൾ ചെയ്തിട്ടൊക്കെ വരാം. 1 0 1 0 0 1 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. സോ ദ എലമെൻറ്റ്സ് ഓഫ് യുവർ സീക്വൻസ് ഐദർ 0 or 1 ആൻഡ് വിച്ച് ഈസ് കണ്ടിന്യൂയിങ് സച്ച് എ വേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സീക്വൻസിലെ എലമെൻറ്റുകളുടെ ഘടകം. നമുക്ക് ഇങ്ങനെയുള്ള സീക്വൻസുകൾ പല രീതിയിലുണ്ട്. ഇതിൻ്റെ കളക്ഷനാണ് നമുക്ക് ക്യാപിറ്റൽ എ. അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രസക്തി നിങ്ങൾ ആലോചിക്കണം. 2 എലമെൻറ്റ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന സീക്വൻസുകളുടെ എണ്ണം അൺകൗണ്ടബിൾ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. 2 എലമെൻറ്റ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന സീക്വൻസുകളുടെ എണ്ണം അൺകൗണ്ടബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഇ എന്ന് പറഞ്ഞ എയുടെ ഒരു കൗണ്ടബിൾ സബ്സെറ്റ് എടുക്കുന്നു. നമുക്കറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയുള്ള സെറ്റാന്ന് നമുക്ക് മനസ്സിലായി. 0യും 1ഉം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന സീക്വൻസുകളുടെ കളക്ഷനാണ് എ. അങ്ങനെയുള്ള എയുടെ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള സബ്സെറ്റ് എടുത്തു. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി വിച്ച് ഈസ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. നമ്മളുടെ ന്യൂമറബിൾ എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള ആർബിട്രറി ആയിട്ട് ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സബ്സെറ്റ് എടുത്തു ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെങ്കിൽ ഇയിലെ എലമെൻസിനെ എല്ലാം നമുക്കൊരു സീക്വൻഷ്യൽ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇ എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് എ കളക്ഷൻ ഓഫ് സീക്വൻസസ്. ഇ എന്ന് പറയുന്നത് എവിടെയാ? എന്റെ സബ്സെറ്റാണ്. എയിലെ എലമെൻസുകളെല്ലാം എന്താണ്? സീക്വൻസുകളാണ്. അതുകൊണ്ട് എയിലിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഈനകത്തുള്ള എലമെന്റുകളെല്ലാം തന്നെ സീക്വൻസുകളായിരിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഇ എന്ന് പറയുന്നത് ഒരു countable set ആണ്. Therefore, the elements of E can be arranged in such a way that S1, S2, S3, etc. Where S1, S2, S3 each are all are the sequences with elements 0 and 1. 0യും 1ഉം മാത്രം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന സീക്വൻസുകളാണ് നമ്മുടെ S1, S2, etc. so on. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഇ എന്ന് പറയുന്ന സബ്സെറ്റിലെ ഇ എന്ന് പറയുന്ന ഈ എയുടെ കൗണ്ടബിൾ സബ്സെറ്റിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു സീക്വൻസ് ഉണ്ടാക്കാൻ പോകണം. സീക്വൻസിൻ്റെ പേര് കൊടുക്കാൻ പോകുന്നത് എസ് എന്നാണ്. എങ്ങനെയാണ് എസ് ഉണ്ടാക്കണതെന്ന് നോക്കാം. S1 എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇയിലത്തെ ആദ്യത്തെ സീക്വൻസ് എടുത്തു. S1 എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇയിലത്തെ ആദ്യത്തെ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു സീക്വൻസ് ആണ്. അതിന് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് അങ്ങനെ ഉണ്ടായിരിക്കും. അതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്താന്ന് നോക്കി. അതിന്റെ ഫസ്റ്റ് എലമെന്റ് 1 ആണെങ്കിൽ ഞാൻ എൻ്റെ എസ് എന്ന് പറയുന്ന പുതിയ സീക്വൻസ് ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് എലമെന്റ് ഞാൻ 0 വയ്ക്കും. നേരെ മറിച്ച് S1ന്റെ ഫസ്റ്റ് എലമെന്റ് 0 ആണെങ്കിൽ എൻ്റെ എസിന്റെ ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കും. അതായത് S1ന്റെ ഫസ്റ്റ് എലമെന്റും ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ സീക്വൻസ് ആയിട്ടുള്ള എസിന്റെ ഫസ്റ്റ് എലമെന്റും എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. Next I think about S2.
That means the second sequence from your capital E. If S2 is a sequence, there is a second element for that sequence. S2 ന്റെ സെക്കൻഡ് എലമെന്റ് 1 ആണെങ്കിൽ S ന്റെ സെക്കൻഡ് എലമെന്റ് 0 വയ്ക്കുന്നു ആൻഡ് വൈസ് വേഴ്സ. എന്ന് വെച്ചാൽ S2 ന്റെ സെക്കൻഡ് എലമെന്റും S ന്റെ സെക്കൻഡ് എലമെന്റും ഡിഫറെൻ്റ് ആയിരിക്കും. Similarly, S3. S3 is the third sequence from your E. You check the third number, the third digit of S3, and you put the third digit of S. If S3 is the third digit 1 ആണെങ്കിൽ S ന്റെ 0 ആയിരിക്കും and vice versa. അപ്പോൾ നമുക്ക് S1 ന്റെ ഫസ്റ്റ് ഡിജിറ്റും S ന്റെ ഫസ്റ്റ് ഡിജിറ്റും ഡിഫറെൻ്റ് ആണ്. That means your S1 and S are not equal. S2 ന്റെ സെക്കൻഡ് ഡിജിറ്റും S ന്റെ സെക്കൻഡ് ഡിജിറ്റും ഡിഫറെൻ്റ് ആണ്. That means S2 not equal to S and S3 not equal to S and so on. ഇയിലെ ഓരോ എലമെന്റ് ആയിട്ടുള്ള സീക്വൻസിന്റെയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ S3 ആണെങ്കിൽ തേർഡ് എലമെന്റ്, S4 ആണെങ്കിൽ ഫോർത്ത് എലമെന്റ്, Sn ആണെങ്കിൽ nth എലമെന്റ്. ആ nth എലമെന്റ് S ന്റെ nth എലമെന്റ് ആയിട്ട് ഡിഫറെൻ്റ് ആകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഇയിൽ വരുന്ന S1ഓ S2ഓ S3ഓ അങ്ങനെ ഒരു സീക്വൻസും ആയിരിക്കില്ല ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ സീക്വൻസ് ആയിട്ടുള്ള S. ദാറ്റ് മീൻസ് യുവർ S ഈസ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ E. പക്ഷേ നമുക്കറിയാം എസിന്റെ എലമെന്റ്സ് എസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 വെച്ചിട്ടാണ്. എന്താണ് ക്യാപിറ്റൽ എ? ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 0യും 1ഉം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സീക്വൻസുകളുടെയും കളക്ഷൻ ആണ്. ദാറ്റ് മീൻസ് യുവർ എ ഇസ് കണ്ടെയ്ൻസ് അല്ലെങ്കിൽ എസ് ബിലോങ്സ് ടു യുവർ ക്യാപിറ്റൽ എ. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ എയിൽ ഇല്ല എന്നും കിട്ടി, എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിൽ ഉണ്ടെന്നും കിട്ടി. ദാറ്റ് മീൻസ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇ എന്ന് പറയുന്നത് എയുടെ ഒരു കൗണ്ടബിൾ സബ്സെറ്റ് എന്ന് മാത്രമാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടി ഇ എന്ന് പറയുന്നത് എയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ കാര്യം എ എന്ന് പറയുന്നത് ഏതോ ഒരു സെറ്റാണ്. എയുടെ ഒരു കൗണ്ടബിൾ സബ്സെറ്റ് ആർബിട്രറി എടുത്തപ്പോൾ അത് നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് കിട്ടി. ഒരു സെറ്റിന്റെ ഏതൊരു കൗണ്ടബിൾ സബ്സെറ്റും പ്രോപ്പർ ആണെങ്കിൽ ആ സെറ്റ് അൺകൗണ്ടബിൾ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെറ്റിന്റെ ഏതൊരു കൗണ്ടബിൾ സബ്സെറ്റും അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് അൺകൗണ്ടബിൾ എന്ന് വിളിക്കാം. കാരണം അൺകൗണ്ടബിൾ സെറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അൺകൗണ്ടബിൾ സെറ്റുകളുടെ ഏത് കൗണ്ടബിൾ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് പ്രോപ്പറാണ്. അൺകൗണ്ടബിൾ സബ്സെറ്റുകളുടെ ഏത് കൗണ്ടബിൾ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് പ്രോപ്പറാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഏത് കൗണ്ടബിൾ സബ്സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിന്റെ എടുത്തു കഴിഞ്ഞപ്പോഴും അത് പ്രോപ്പറാണ് കിട്ടി. അതിനാൽ നമുക്ക് എ എന്ന് പറയുന്നത് നമുക്ക് അൺകൗണ്ടബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. സോ വി ഗെറ്റ് അവർ ക്യാപിറ്റൽ എ which is the collection of sequences with digits 0 and 1 which is uncountable. നമുക്കിതാണ് പ്രൂവ് ചെയ്യാനുള്ളത്.